നമ്മുടെ സംസ്ഥാനം കേരളം അത് ഒരു പുതിയ നാഴികക്കല്ലുകൂടി കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഐക്യ കേരളം രൂപീകരിച്ച് ആദ്യ മന്ത്രിസഭ വന്ന കാലം മുതൽ ഈ സംസ്ഥാനത്തെ ഒരുമിച്ച് എല്ലാ പ്രദേശങ്ങളെയും വികസനത്തിന് പാത്രമാക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. 1970കളിൽ ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും ദരിദ്രരധികം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ്, ശരാശരി ദരിദ്രം ധാരാളം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ നിന്നും നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ അതിദരിദ്രരായ ആളുകളെ അവരുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു. അതിദരിദ്രരെ സംബന്ധിച്ച് പല ഈ ഏജൻസികളും, അത് സാമ്പത്തിക സർവേകൾ, പ്ലാനിംഗ് ബോർഡ്, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ മുൻകാലത്ത് പറഞ്ഞത്, ലോക യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസികളൊക്കെ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ചാണ് അതിദരിദ്രരെ തീരുമാനിക്കുന്നത്. ദാരിദ്ര്യം ഓരോ സമയത്തും മാറാം, ദാരിദ്ര്യത്തിൻ്റെ അളവുകോൽ മാറാം, ദാരിദ്ര്യത്തെപ്പറ്റിയുള്ള മാനദണ്ഡം മാറാം. നിലവിലുള്ള മാനദണ്ഡം അനുസരിച്ച് അതിദരിദ്രരെ അളക്കുന്നതിനുള്ള അളവുകോൽ വെച്ച് പരിശോധിക്കുമ്പം കേരളത്തിൽ 65,000-നകത്ത് വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് 5 വർഷം മുമ്പ്. അവിടെ ആ ആളുകളെയും കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയ പരിപാടി വഴിയാണ് അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞത്. നവംബർ 1 അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമെന്ന പ്രഖ്യാപനം നടത്തും എന്ന ഒരു ടാർഗറ്റ് വെച്ചാണ് മുൻപ് തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിച്ചത്. അതിനുവേണ്ടി ഓരോ ബഡ്ജറ്റുകളിലും പ്രത്യേകം തുക നീക്കിവെച്ചു. വീടില്ലാത്തവർക്ക് വീട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ആരെങ്കിലും പാചകം ചെയ്യാൻ പോലും ഇല്ലാത്ത ബെഡ്രിഡനായ ആളുകൾക്ക് അങ്ങനെയുള്ള സഹായം, പഠിക്കുന്നതിനുള്ള പ്രത്യേക സഹായം, യാത്രയ്ക്കുള്ള സഹായം, ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ജനങ്ങളെ ആകെ സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ പ്രവർത്തനം നടന്നത്. അത് പൂർണ്ണമായി വന്നു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. 1970-ലെയും 75-ലെയും ഒക്കെ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യൻ ശരാശരിയേക്കാളും വളരെ കുറവാണ് നമ്മുടെ ആളോഹരി വരുമാനം എന്നാണ്. ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഇന്ത്യൻ ശരാശരിയേക്കാളും 1.5 മടങ്ങിലധികം ആളോഹരി വരുമാനമുള്ള പ്രദേശമായി കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 3, 4, 5 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേരളത്തിൻ്റെ ഈ നേട്ടം. ആ തരത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ എല്ലാം കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കും പ്രവർത്തനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ എന്ന നിലയിൽ ഈ കാലയളവിൽ കഴിഞ്ഞ 9.5 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 1ഉം 2ഉം പിണറായി സർക്കാരുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1957-ലെ ഒന്നാമത്തെ മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ കാലത്ത് തുടങ്ങി ഇങ്ങോട്ട് വന്ന പരിഷ്കാരങ്ങളും ജനകീയ ഇടപെടലുമാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് മാറ്റമുണ്ടാക്കിയത്. ആൾക്ക് സ്വന്തമായി ഭൂമിയും അവർക്ക് എല്ലാവർക്കും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന സമ്പ്രദായവുമായിരുന്നു ഏറ്റവും അടിസ്ഥാന ഘടകം ഇക്കാലത്ത്. അവിടെ നിന്ന് മുന്നോട്ട് വന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ, 62 ലക്ഷം പേർക്ക് നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അത് നൽകിക്കൊണ്ടിരിക്കുന്നൊരു സംസ്ഥാനം. അത് 2000 രൂപയാക്കി തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതുപോലെ വീട്ടമ്മമാർക്ക് ഒരു സഹായം എന്ന നിലയിൽ ആ വരുമാന പരിധിയിലുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് 1000 രൂപ വെച്ച് നൽകാൻ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കണക്റ്റീവ് വർക്ക് എന്ന നിലയിൽ കുട്ടികൾക്ക് ഡിഗ്രി, PG, ITA, പോളിടെക്നിക് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ജോലിക്ക് അവർ തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു സഹായം എന്ന നിലയിൽ 1000 രൂപ വെച്ച് മാസം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ എല്ലാ സ്കീം വർക്കർമാർക്കും മറ്റെല്ലാ പരിഗണന അർഹിക്കുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും എല്ലാം നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കേരളത്തിലെ കാരുണ്യ പദ്ധതിയും ജനകീയ ആരോഗ്യ പദ്ധതിയും ഒക്കെ എത്രയോ വലിയ അംഗീകാരം ലോകത്താകെ നേടിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം ഏറ്റവും മുൻപന്തിയിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ ലോകത്തെ ശിശുമരണ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ കുറച്ചുകൊണ്ടുവരുന്ന, ഏറ്റവും കുറച്ച് ശിശുമരണ നിരക്ക് ഉള്ള ഒരു പ്രദേശമായി കേരളത്തെ മാറ്റാൻ ആരോഗ്യരംഗത്ത് നമുക്ക് കഴിഞ്ഞു. മാതൃമരണ നിരക്ക് കുറക്കാൻ കഴിഞ്ഞു. ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടാൻ കഴിഞ്ഞു. അപ്പോൾ അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനം എന്ന നിലയിൽ 1ഉം 2ഉം കാര്യങ്ങളിലല്ല, എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, പുതിയ തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ, ആളുകളെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ളവരാക്കി മാറ്റുന്ന കാര്യത്തിൽ, അങ്ങനെ ഓരോ രംഗത്തും നടത്തിയ പ്രവർത്തനം വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ എത്തുന്നത്. ഇത് ഇനി ഇവിടെ അവസാനിക്കുന്നതല്ല, ഇനിയും നിരന്തരമായ
പുതിയ പുതിയ പുതുക്കലുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം വന്നു എന്നുള്ളതുകൊണ്ട് നാളെ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. കൂടുതൽ ഇക്കാര്യത്തിൽ ഇടപെടും. അതിന് പറ്റുന്ന മാനസികാവസ്ഥയുള്ളവരാണ് കേരളീയർ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇങ്ങനൊരു നേട്ടം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് പങ്കുചേരാം.